കഠിനമായ തലവേദന കാരണം ബുദ്ധിമുട്ടുന്നവരാണ് ഇന്ന് കൂടുതൽ പേരും. തല പൊട്ടിപ്പോകുന്ന വേദനയാണ് ഡോക്ടറെ എന്നും പറഞ്ഞു വരുന്ന ആളുകളാണ് കൂടുതലും. ഇത് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്തിൻ്റെ തലവേദന കാരണമുള്ളവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് എന്നുള്ള തലവേദനേൻ്റെ കാരണങ്ങൾ, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റും, ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ റിൻഷ ഷെറിൻ അറ്റ് Q1B ഹെൽത്ത് കെയർ. എന്താണ് മൈഗ്രെയിൻ തലവേദന എന്ന് നോക്കാം നമുക്ക്. ഒരു ഞരമ്പ് സംബന്ധമായ വേദനയാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നോർമലായിട്ടായിരിക്കും കാണുക. ഇതിൽ ആയുർവേദത്തിൽ അർദ്ധാവഭേദകം എന്ന് പറയുന്ന ഡിസീസുമായിട്ടാണ് ഈ മൈഗ്രെയിനെ കോറിലേറ്റ് ചെയ്തത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തലേൻ്റെ ഒരു ഭാഗത്തായിരിക്കും വേദന അനുഭവപ്പെടുക. അതൊരു വിങ്ങുന്ന പോലെയുള്ള വേദന ഉണ്ടാവും ചിലർക്കൊരു പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും. പൾസേറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തെറിക്കുന്ന പോലെയുള്ള വേദന അങ്ങനെ ആയിരിക്കും. ചിലർക്ക് ഇത് ഒരു ഭാഗത്ത് മാത്രം അനുഭവപ്പെടും. ചിലർക്കാണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് രണ്ട് ഭാഗത്തേക്കും തലയിൽ ഫുള്ളായിട്ടും ഒക്കെ കാണാറുണ്ട്. ഇത് വരുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കിങ്ങനെ മൈഗ്രെയിൻ്റെ തലവേദന വരുന്നുണ്ട് എന്നൊക്കെ ചിലർക്ക്. അതായത് വെളിച്ചത്തിലേക്ക് നോക്കുമ്പം ഒരു തിളക്കം പോലെ തോന്നുക, കാഴ്ചയിലൊരു മങ്ങിച്ച, ഇതിനെ നമ്മൾ ഓറ ഫോർമേഷൻ എന്ന് പറയും. പിന്നെ ചിലർക്ക് 2 മണിക്കൂർ തൊട്ട് 2 ദിവസം വരെ കാണാറുണ്ട്. ചിലർക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണുകയില്ല. ചിലർക്ക് ശക്തമായ തലവേദന വരുന്ന ടൈമിൽ ആരോടും സംസാരിക്കാൻ തോന്നൂല, ഒരു ഇരുട്ട് മുറിയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ലൈറ്റ് കാണുമ്പോൾ ഭയങ്കരമായി ദേഷ്യം തോന്നുക, സൗണ്ട് കേൾക്കാൻ പറ്റൂല, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ചിലർക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആയിട്ട് തോന്നും. നമ്മൾ എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻ്റ് അല്ല കൊടുക്കുക. ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയിട്ടാണ് ഓരോ ആളുകൾക്കും മെഡിസിൻസ് കൊടുക്കുക. അതിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം. നമ്മളെടുത്തിപ്പോൾ സ്ത്രീകളാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം അവരോട് ചോദിക്കുക, പീരീഡ്സ് ഒക്കെ റെഗുലർ ആണോ, PCOD സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. അങ്ങനെയുള്ളവർക്കാണെങ്കിലും ഹോർമോൺ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുക. ദഹന സംബന്ധമായ പ്രശ്നമുള്ളവരോടാണെങ്കിൽ പുളിച്ചിതകെട്ടൽ, നെഞ്ചരിച്ചിൽ, അങ്ങനെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഡൈജസ്റ്റീവ് എൻസൈംസ് കറക്റ്റായി ആക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. പിന്നെ വരുന്ന കാരണം കണ്ണിൻ്റെ സ്റ്റുഡൻസിനൊക്കെ അധികം വരൽ കണ്ണിൻ്റെ പവർ ചേഞ്ച് കൊണ്ടാണ്. കണ്ണിൻ്റെ പവർ വ്യത്യാസം വരുന്നത് കൊണ്ട് മൈഗ്രെയിൻ വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് പവർ കറക്റ്റ് ചെയ്ത് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറയും. ചിലർക്ക് ജോലി ഭാരം കൊണ്ട്, സ്ട്രെസ്സ് കൊണ്ട്, ടെൻഷൻ കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടപ്പിറപ്പായിരിക്കും മൈഗ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ സ്ക്രീൻ ടൈം കാരണം, അതായത് കമ്പ്യൂട്ടറിൽ കൂടുതൽ ടൈം വർക്ക് ചെയ്യുക, അവരെ ജോലിയുമായിട്ട് അവർക്കത് ഒഴിവാക്കാൻ പറ്റലുണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്കും എപ്പോഴും മൈഗ്രെയിൻ കാണാറുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കുക. അതായത് ഒരു ഗ്യാപ്പ് ഇട്ട് 1 മണിക്കൂർ വർക്ക് ചെയ്യുക, പിന്നെ കുറച്ച് ടൈം ഗ്യാപ്പ് എടുക്കുക, അങ്ങനെ ചെയ്യുക. ഇടയിൽ കഴുത്തുകൊണ്ടുള്ള പല സ്ട്രെച്ചിങ് എക്സസൈസ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നെർവ് റിലേറ്റഡ് ആയിട്ട് വരാം. തലയിലേക്കുള്ള നെർവ്സ് ബ്ലോക്ക് ആയതുകൊണ്ട് ബ്ലഡ് സപ്ലൈ കുറയുന്നതുകൊണ്ടൊക്കെ വരാം. അപ്പോൾ ആ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കുക നമ്മൾ. ചിലർക്ക് പാരമ്പര്യമായി കാണും. അതായത് ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ മൈഗ്രെയിൻ കണ്ടിന്യൂസ് ആയി വരുന്നുണ്ടെങ്കിൽ അത് നമുക്കും വരാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ തലവേദനയ്ക്ക് മാറ്റം ഉണ്ടാവും. അതിൽ ഫസ്റ്റിലത്തത് നമ്മൾ തുളസിയില അരച്ചിട്ട് നെറ്റിയിൽ പുരട്ടാം. തുളസിയില വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് നെറ്റിയിൽ പുരട്ടിയിടാവുന്നതാണ്. തുളസീൻ്റെ ഇലയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഈ തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ കറുകപ്പട്ട പൊടിച്ചത് വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിൽ അപ്ലൈ ചെയ്തിടാം. പിന്നെ ഈ കറുകപ്പട്ടേൻ്റെ പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തലവേദനയ്ക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും.
പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈല് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കൂലേ, ഒരു ആഴ്ച വന്നു പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് വീണ്ടും വന്നു, അങ്ങനെ റിക്കറൻ്റായി വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താം. ലൈഫ് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചാൽ തലവേദന വരുന്നത് ഒരുപാട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ നിൽക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തുക. നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ ബേക്കറി ഐറ്റംസ്, അജിനോമോട്ടോ അടങ്ങിയത്, ചായ, കാപ്പി ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭക്ഷണത്തിൽ നല്ലോണം ഫൈബർ കണ്ടൻസ് ഉള്ള നല്ല ന്യൂട്രീഷ്യസ് ആയ ഇലക്കറികൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ള മീനുകൾ ഇതൊക്കെ നന്നായി ഇൻക്ലൂഡ് ചെയ്യുക. എക്സസൈസ് ചെയ്യുക. സ്ട്രെച്ചിങ് എക്സസൈസ് അല്ലെങ്കിൽ പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ ഇങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യുക. ഒരു ദിവസം 20 to 30 മിനിറ്റ് നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഡെയിലി 7 to 8 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. സ്ട്രെസ്സ്, ടെൻഷന് മാക്സിമം കുറയ്ക്കുക. അത് പലർക്കും പല രീതിയിലായിരിക്കും സ്ട്രെസ്സ് കുറയ്ക്കുക. ചിലവർക്ക് ഒരു മ്യൂസിക്, പാട്ട് കേൾക്കുന്നത് കൊണ്ട് സ്ട്രെസ്സ് കുറഞ്ഞ പോലെ തോന്നാം. ചിലർക്ക് പ്രാണായാമം, ബ്രീത്തിങ് പോലെയുള്ള എക്സസൈസസ് ചെയ്യുമ്പം സ്ട്രെസ്സ് കുറയും. ലൈഫ് സ്റ്റൈലിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്കിങ്ങനെ റിക്കറൻ്റായി വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല കൊടുക്കുക. ഇവർക്ക് ഏത് സമയത്താണ് തലവേദന വരുന്നത്, പിന്നെ ഓരോ ആളുകളെ ശരീരപ്രകൃതി ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുക. ആയുർവേദത്തിലെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ മൂന്ന് തലത്തിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം മരുന്ന് കൊടുക്കും. പിന്നെ തെറാപ്പീസ്, അതായത് ചികിത്സാ രീതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് പഥ്യം. ഈ 3 കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഫസ്റ്റ് മരുന്ന് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കഷായങ്ങൾ കൊടുക്കും, നെയ്യ് കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് മരുന്നുകൾ കൊടുക്കുന്നത്. പിന്നെ ചികിത്സാ രീതി എന്ന് പറയുന്നത് തൈലവസ്തി കൊടുക്കും, തൈലധാര കൊടുക്കും. ഈ തൈലവസ്തി എന്ന് പറയുന്നത് ഔഷധങ്ങൾ കൂട്ടിച്ചേർത്ത ഈ തൈലം ഒരു തുകലിൻ്റെ തൊപ്പി വെച്ചിട്ട് അതിൽ ഈ തൈലം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ച് അങ്ങനെയാണ് നമ്മൾ തൈലവസ്തി എന്ന് പറയുന്നത് കൊടുക്കുന്നത്. പിന്നെ തൈലധാര എന്ന് പറയുന്നത് ഔഷധങ്ങളിട്ട് കാച്ചിയ തൈലം നെറ്റിയിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ വെച്ചിട്ട് തലയിലേക്ക് ഒരു പീരിയോഡിക് രീതിയിൽ ഒരു റിതമിക് മാനറിൽ നമ്മൾ നെറ്റിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു ഡോക്ടർ അണ്ടറിൽ മാത്രമേ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുള്ളൂ. പിന്നെ അടുത്തതായി പഥ്യം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മളെ ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരാൾക്ക് വെയിൽ കൊണ്ടതുകൊണ്ടാണ് ഇപ്പം കൂടുതൽ തലവേദന വരുന്നതെങ്കിൽ അയാൾ കുട ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ വേണ്ടത്, അല്ലെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഈ പഥ്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ സംശയങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മൈഗ്രെയിൻ ഒരു പരിധി വരെ അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ മൈഗ്രെയിൻ ഒരു പരിധി വരെ അല്ലെങ്കിൽ പൂർണ്ണമായും മാറ്റാവുന്ന ഒരു അസുഖമാണ്. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.